നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രത്യേക ദുർബല ഗോത്രവിഭാഗക്കാരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന PM ജൻമൻ പദ്ധതിയുടെ ഭാഗമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ദേശീയ ആരോഗ്യ പദ്ധതികളും മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ വഴിയുള്ള സേവനവും എന്ന വിഷയത്തിൽ നടന്ന പരിപാടിയിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ അധ്യക്ഷത വഹിച്ചു. NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ പദ്ധതി വിശദീകരിച്ചു. സുരക്ഷിത പാർപ്പിടം, ശുദ്ധമായ കുടിവെള്ളം, ശുചിത്വം, വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാരം, റോഡ് സംവിധാനം, ടെലികോം കണക്ടിവിറ്റി പദ്ധതിക്കായി തിരഞ്ഞെടുത്ത ഗോത്ര വിഭാഗങ്ങളുടെ വീടുകളിലും ആവാസ വ്യവസ്ഥകളിലും സുസ്ഥിര ഉപജീവന സാധ്യതകൾ ഒരുക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇടിക്കൂട്ടിൽ പുതിയ പോരാളികളെ വാർത്തെടുക്കാൻ വുഷു പ്ലാറ്റ്ഫോം ഒരുക്കി കുന്നമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമാണ് കോളേജിൽ ഒരുക്കിയിരിക്കുന്നത്. വുഷുവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരാണ് കുന്നമംഗലം കോളേജ്. മികച്ച നിലവാരത്തിലുള്ള വുഷു പ്ലാറ്റ്ഫോം ഒരുങ്ങിയതിലൂടെ ഈ രംഗത്ത് ജില്ലയ്ക്ക് കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. PTA റഹീം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്ലാറ്റ്ഫോം ഒരുക്കിയത്. യെസ് ഐ ആം പിങ്ക് ഫിറ്റ്നസ് സെന്റർ നന്മണ്ട പഞ്ചായത്തിലും ആരംഭിച്ചു. വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതിദേവി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണവേണി മാണിക്കൊത്ത് മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജ അശോകൻ പദ്ധതി വിശദീകരിച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പ്രോജക്ട് ഫെല്ലോ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട അപേക്ഷാ ഫോം ആവശ്യമായ രേഖകൾ സഹിതം ജൂലൈ 14-നകം ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 0495 24 30 939. SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈയിൽ ആരംഭിക്കുന്ന 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ, 2 വർഷത്തെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. അപേക്ഷകൾ സ്ക്രീനിൽ കാണുന്ന ലിങ്കിലൂടെ ജൂലൈ 15 വരെ സമർപ്പിക്കാം. വിശദാംശങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ 0471 232 5101 82 81 13 4454. കോഴിക്കോട് കിർത്താഡ്സിൽ 12 മാസത്തേക്ക് റിസർച്ച് അസിസ്റ്റന്റിനെ നിയമിക്കും. യോഗ്യത നരവംശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, റൂറൽ ആൻഡ് ട്രൈബൽ സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദം. അപേക്ഷകർക്ക് 2025 ജനുവരി 1-ന് 41 വയസ്സ് കവിയാൻ പാടില്ല. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. പട്ടികവർഗ സമുദായക്കാർക്ക് മുൻഗണന. പ്രതിമാസം ഓണറേറിയം 32,550 രൂപ. ജൂലൈ 15-ന് രാവിലെ 11-ന് നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിന് രാവിലെ 10 മണിക്കകം വയസ്സ്, യോഗ്യത, സമുദായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. ഫോൺ 0495 2356 805. സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടെ 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിൽ ഇന്റേൺഷിപ്പോടെയുള്ള റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് SSLC, +2, ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഫോൺ 7994 92 6081.
പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ കൂട്ടിയിട്ട 150 അടിയോളം മണ്ണ് നീക്കം ചെയ്യാൻ ഓഫർ ക്ഷണിച്ചു. സീൽ ചെയ്ത കവറിൽ ഓഫർ തുകയും വിലാസവും ഫോൺ നമ്പറും രേഖപ്പെടുത്തി ഹെഡ്മാസ്റ്റർ GSS പുതുപ്പാടി കോഴിക്കോട് 673586 എന്ന വിലാസത്തിൽ ജൂലൈ 9 വൈകിട്ട് 5-നകം സമർപ്പിക്കണം. ഫോൺ 9447892607. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കരാർ അടിസ്ഥാനത്തിൽ നോൺ അക്കാദമിക് ജൂനിയർ റെസിഡൻസിനെ നിയമിക്കും. യോഗ്യത MBBS-ഉം TCMC രജിസ്ട്രേഷനും. പ്രായപരിധി 18 മുതൽ 36 വരെ. പ്രതിമാസ വേതനം 45,000 രൂപ. ജൂലൈ 4 രാവിലെ 11 കോളേജ് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ വയസ്സ്, യോഗ്യത, തിരിച്ചറിയൽ രേഖകളുടെ അസലും പകർപ്പുകളും സഹിതം എത്തണം. 2025 സെപ്റ്റംബർ 15 വരെയോ പുതിയ ഹൗസ് സർജന്മാരെ നിയമിക്കുന്നതുവരെയോ ആകും നിയമനം. ഫോൺ 049523500200. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.